ക്രൂരമായി കൊന്ന 3 പ്രതികൾ ഒരു കൂസലുമില്ലാതെ ആ അമ്മയുടെ മുന്നിലൂടെ നടന്നു നീങ്ങി. തിരുവനന്തപുരം കരമന മരുതൂർക്കടവ് സ്വദേശി അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ അഖിലപ്പു, വിനീത് രാജ്, വിനീഷ് എന്നിവർ പോകുന്ന ദൃശ്യങ്ങൾ നോക്കി അമ്മ കരഞ്ഞതിങ്ങനെ. ഇക്കഴിഞ്ഞ മെയ് 10-നാണ് പ്രതികൾ മൂവരും ചേർന്ന് ഒരാഴ്ച മുൻപുണ്ടായ ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ മാത്രം അഖിലെന്ന 26-കാരനെ ക്രൂരമായി കമ്പി വടികൊണ്ടും കല്ലുകൊണ്ടുമൊക്കെ തലയ്ക്കും ശരീരത്തിലാകമാനം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇന്ന് ഇത്ര നാളുകൾക്ക് ശേഷം പ്രതികളെ പിടികൂടിയതിനു ശേഷമുള്ള തെളിവെടുപ്പ് ആയിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച്. അഖിലിന്റെ അമ്മ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. ഇവർക്ക് തൂക്കുകയർ നൽകണം. എന്റെ പൊന്നുമായ വഴക്കിനുണ്ടെങ്കിൽ പണം പാടല്ല. എന്റെ മോനെ കണ്ടായവനൊക്കെ എങ്ങനെ അടിക്കാന്ന് പറഞ്ഞു. എന്റെ മോ ഒരു പാവമല്ലേ, എന്റെ മോ കൈ വയ്യാതിരുന്ന മോനല്ലേ അമ്മാരി ദുഷ്ടമാര്. ഇവനൊക്കെ വെറുതെ വിടാൻ പാടില്ല, തൂക്കിക്കൊല്ലത്. എന്റെ അമ്മമാർക്ക് എന്റെ മോൻ എനിക്ക് വാങ്ങിച്ചില്ല. അതേപോലെ അവന്റെ അമ്മമാർക്ക് ഒറ്റവന്മാരെ അമ്മയ്ക്ക് വാങ്ങിടാൻ അവനൊക്കെ കാണാൻ പാടില്ല. അവനെയൊക്കെ തൂക്കിക്കൊല്ലത്. ഒറ്റവന്മാരെ വെറുതെ വിടാൻ പാടില്ല. എന്റെ മോനെ ചെയ്തേന് പക്ഷേ ആ തൂക്കുകയർ ഇവർക്ക് ലഭിക്കുമോ? വർഷങ്ങൾക്ക് മുൻപ് 2019 അനന്തു വന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിനു ശേഷം അനന്തുവിൻ്റെ അമ്മ ഇതേ കരച്ചിൽ അന്ന് കരഞ്ഞിരുന്നു. അതേ പ്രതികൾ ഒരു കൂസലുമില്ലാതെ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഒരു ക്രൂര കൊലപാതകം ചെയ്തത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമ ശിക്ഷാ രീതികളെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരുന്നു. ഒരു കൂസലുമില്ലാതെ പോലീസുകാർ ചോദിക്കുന്നതിനൊക്കെ വിശദീകരണം നൽകി ആ പ്രതികൾ വീണ്ടും കയറിപ്പോയി. നാളെ ഇനി ഇവർ എന്ന് പുറത്തിറങ്ങും? അടുത്തൊരു കൊലയ്ക്ക് വീണ്ടും ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. വലിയ സംഘർഷ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പോലീസ് വേണ്ട രീതിയിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണത്തോടൊപ്പമാണ് 3 പ്രതികളെയും കൊണ്ടുവന്നത്. 2 പേർക്ക് കയ്യിൽ വിലങ്ങുണ്ട്, ഒരാൾക്ക് കയ്യിൽ വിലങ്ങില്ല. പ്രതികൾക്ക് നേരെ ഒരു തരത്തിലുമുള്ള ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരാൽ കൊല ചെയ്യപ്പെട്ട വീടുകളിലെ ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ ഇനി കൊല ചെയ്യാൻ പോകുന്നവരുടെയുമൊക്കെ വീട്ടിൽ എന്ത് സുരക്ഷ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. എന്തായാലും മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമൊക്കെ അടിമകളാണ് പ്രതികളെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ 3 പ്രതികളെയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് തിരുനെൽവേലിക്കടുത്തായിരുന്നു ഇതിൻ്റെ കല്ലെടുത്ത് അഖിലിൻ്റെ പുറത്ത് അടിച്ച് കൊലപ്പെടുത്തിയ വിനീത് അടക്കമുള്ള പ്രതികൾ ഒളിവിൽ പോയത്. അവിടെ ചെന്ന് തിരുനെൽവേലിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് നേരിട്ട് പോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ ശേഷം മരുതൂർക്കടവിൽ അഖിലിനെ കൊലപ്പെടുത്തിയ വീടിന് തൊട്ടടുത്ത് വെച്ചാണ് കൊലപ്പെടുത്തിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇപ്പോൾ പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പ് എടുത്ത് മടങ്ങി. ഇനി ഇവരുടെ ശിക്ഷാരീതികൾ, ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷകളും നടപടിക്രമങ്ങളും എല്ലാം ഇനി കാത്തിരുന്നു മാത്രം കാണണം. വെറും 75 ദിവസം കൊണ്ട്
2019 അനന്തു വധക്കേസിലെ വിചാരണ ഒക്കെ പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞതിനു ശേഷവും വീണ്ടും വിചാരണ കാലയളവ് ആയത് ഏകദേശം 5 വർഷത്തോളമാണ്. ഈ 5 വർഷത്തിനിടയിലാണ് ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത്. ഇനി ഈ കൊലപാതകത്തിലെങ്കിലും ഇവർക്ക് മറ്റു കേസും കൂടെ പരിഗണിച്ച് അതിന്റെ ജാമ്യമൊക്കെ റദ്ദാക്കിയതായി അറിയുന്നു. ഇനിയെങ്കിലുമുള്ളൊരു ശരിയായ ഒരു ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് ഈ കുടുംബാംഗങ്ങളും വീട്ടുകാരും. അഖിലിനും അനന്തുവിനും നീതി ലഭിക്കണമെന്ന് മാത്രം. അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.